ഇസ് മീ മുത്തു. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വേൾഡ് കുറച്ച് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണാം, പുറമേ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ ബേസിലേക്കൊന്ന് പോവാം. നമ്മുടെ ബേസ് കുറച്ച് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. നമ്മൾ ബേസൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾക്കൊരു മൈനിങ് ഏരിയ, ഒരു കൃഷി സ്ഥലം, കുറച്ച് ഈ ജെറി ട്രീ വരുമ്പോൾ കിട്ടിയിരുന്നു, റൂയിൻഡ് ബോട്ടിൽ കണ്ടെത്തിയിരുന്നു. അപ്പം നമുക്ക് നെതർക്ക് പോകാൻ പറ്റും. പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് ഇന്ത്യക്കൊന്ന് കേൾക്കുന്നുണ്ട്. രണ്ടാടിനെ പിടിച്ചിട്ടിരിക്കണു, അതിൻ്റെ ഒപ്പം 2 കോയിനെയും പിടിച്ചിട്ടിരിക്കണു. സീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തിന്നാൻ കൊടുത്ത് വല്ല ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കിയിരിക്കണു. ഒരു ജസ്റ്റ് മാത്രമല്ല ഉണ്ടാക്കിയ, അത് മൊത്തം സാധനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് മൈനിങ്ങിന് പോവാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള വർത്താനം പറയാം. നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ചെയ്തിരിക്കണം. ഞാൻ ഡ്രീമാണ്, ഒറിജിനൽ ഡ്രീമാണ്. അപ്പോൾ ഈ മൂഞ്ചി അതൊന്നും മെയിൻ ചെയ്യണ്ട. നമുക്ക് ഈ കേവിലേക്ക് ഇറങ്ങാം. അതാണ് ഇന്നത്തെ ചലഞ്ച്. കുറച്ച് അയ്യണ് കിട്ടി വെച്ചാൽ ഒപ്പിക്കണം. പാൻറ് ഇട്ടിട്ടില്ല, ആരും നോക്കണ്ട. ടോസർ ഇട്ടിക്കണം, അപ്പോൾ ആരും കളിയാക്കാൻ നിൽക്കണ്ട. അല്ലാ, അടിക്ക് നല്ലണ്ടാ മച്ച. ഗൈസ് ഇവിടെ 2 ആൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓലെ പേര് ഫസ്റ്റ് ഒരു എസ് വെച്ചിട്ടും എച്ച് വെച്ചിട്ടുമാണ് പേര്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ വയ്ക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക, പേര് ഫുൾ നെയിം അത് വെച്ചിട്ട് കമൻറ്റ് ചെയ്തോളൂ. ശരി, ഞാൻ പറയാം. നമുക്ക് അടിക്ക് പതുക്കെ ഇറങ്ങാം ഗൈസ്. ജോർക്കനെ പറഞ്ഞോ. അടിയിലൊരു ഗ്രീപ്പർ ഉണ്ട്. ഞാൻ ഡ്രീമായിട്ട് വേഗം കൊന്നു. അല്ല, അവിടെ ഒക്കെ ഉമ്മച്ചിയെ വണ്ടിക്കോ സോംബീസ്. എങ്ങനെ ഇവിടെ ആരോ വന്ന് കൂട്ടിട്ട പോലെ അയക്കണു. വാടാ നീ ഒന്നും എനിക്ക് വെക്കൂല. കുറേ സ്പൈഡർ ഉണ്ട്, നമുക്കൊരു അമ്പുംപാട ഉണ്ടാക്കാൻ പറ്റും ഇതൊന്ന് കയറിക്കഴിഞ്ഞാൽ. സോംബീസ് എവിടുന്നാണ് തീറ്റങ്ങളൊക്കെ ചാടുന്നു. തലയിലെങ്ങാനുണ്ട്. ബ്രെഡ് തിന്നേക്കാം. വില്ലേജറിൻ്റെ ഒക്കെ വാങ്ങിയതാ കേട്ടോ. വില്ലേജറിനെ പൂട്ടിയിരിക്കണം അവിടെ. എന്താ ഉമ്മച്ചിയെ ചത്തുക്കണു ബ്രോ. നമ്മളേക്കുള്ള സാധനങ്ങളൊക്കെ ഇവനെന്നെ ഇങ്ങനെ അടിക്കണ. ഞാൻ ഇവനിമ്പാടെ തീർത്തിട്ടല്ലേ വരിക. അപ്പം ചത്തിന്നേനെ വെച്ച അതാ അവിടെ അയണുണ്ട്. മേലക്ക് കയറാന് വാട്ടറുണ്ട്. ലൈറ്റ് തീർന്നിട്ടുണ്ട്. നൈസിന് ഒരു ഐഡിയ ഉണ്ട് എൻ്റെയൊക്കെ. ഇവിടെ അടിയിൽ കൂടെ അങ്ങനെ അടിക്കണം. ഈ ഗ്രീപ്പർ മാത്രം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. ഇനി എന്നെ കാണുന്നു. എൻ്റെ എല്ലാ സോഡിനും പണിയാവും തോന്നുന്നു. ഞാൻ എന്താടാ പിക്കാക്സ് കൊണ്ടൊക്കെ അടിക്കണം. ഓനെയും കൊന്നു. ലൈറ്റ് നൈസിന് തീർന്നു. ഓൻ്റെ കണ്ണിക്ക് നോക്കണില്ല ഗൈസ്. ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൈൻക്രാഫ്റ്റ് കളിക്കണം എല്ലാവർക്കും അറിയാം. നമ്മൾ അവസാനത്തെ നോക്കലാണത്. അതിന് ഡയമണ്ട് ആർമറാക്കിയാൽ നോക്കാൻ പേടില്ല. പക്ഷേ ഡയമണ്ട് ആർമർ കൂടി ആയിട്ടില്ല. ഈ അയൺ ആർമർ വെച്ചിട്ട് എന്തുണ്ടാക്കാനാണ് ഞാൻ
ഈ കോബിൾ സ്റ്റോണിൻ്റെ സോഡും. ഗൈസ് ഇത് ഇത്ര തന്നെ അല്ലു, അപ്പുറത്തേക്ക് ഉണ്ടോന്നാവോ? അപ്പുറത്തേക്ക് കേൾക്കാം ഗൈസ്. ഇപ്പുറത്ത് ഇതുവരെ തന്നെ അത് അവിടെ കൂടെ ഉണ്ട്. ഒരു സോംബി ഇവിടെ ഒളിച്ചിട്ടുണ്ടല്ലോ. ഏയ് സോറി ചത്തു 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 മച്ച ചത്തു 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 ഉമ്മച്ചിയെ ചത്തു ഉമ്മച്ചിയെ ചത്തു ഉമ്മച്ചി ചത്തു 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 ഞാൻ ചത്തു. സമ്മതിച്ചു, ഞാൻ ചത്തു. ഒന്നുണ്ടായി പോയോ? ഓ ടെലിപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. പേടിയാവണം. സീനൊക്കെ പേടിയാവണം. എസ് വെച്ചിട്ടുള്ള ഒരാളെ പേര് ഇപ്പൊ തന്നെ പറഞ്ഞു. സോറി ഇതാണ് നമ്മളെ ത്വാഹ സീന. അവാ ഇജ്ജും ഉണ്ടായിരിക്കട ബ്രോ, ഉണ്ടായിരിക്കും. ഇവിടെ എൻ്റെ ഡ്രീമിൻ്റെ പ്രോ പ്ലെയർ കളി കാണാൻ കുറേ ആൾക്കാരുണ്ട്. ഓല് വർത്താനൊക്കെ പറയും. നിങ്ങൾ ശ്രദ്ധിക്കണ്ടെന്നല്ല, ശ്രദ്ധിക്കണം. അത് നല്ലത് കാണിച്ചാൽ ലൈറ്റ് തീർന്നു ആട്ടെ, നമ്മൾ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കയറുകയാണ്, അല്ലാതെ പേടിച്ചിട്ട് കയറുന്നല്ല. ഞാൻ പേടിച്ചിട്ടല്ല, അജ്ജും ഉണ്ടായിരുന്ന, ഞാൻ പേടിച്ചിട്ടല്ല കയറുന്നത്. ഞാനൊരു ടോർച്ച് ഉണ്ടാക്കാൻ മറന്നിക്കണു. എൻ്റെ ടോർച്ച് തീർന്നിക്കണു ആട്ടാണ്, പേടിച്ചിട്ടൊന്നുമല്ല. നമുക്കൊരു ബോ ഉണ്ടാക്കേണ്ടി വരും, പക്ഷെ വില്ലില്ലാതെ പിന്നെ എന്തിനാ ബോ ഉണ്ടാക്കണേ? ഈസി എന്ത് മക്ക കോബിൾ സ്റ്റോൺ എടുക്കുക. ഇനി ഡ്രീമിൻ്റെ കളിയാണ്. വാ ഇങ്ങോട്ട് ചാടുക, പിന്നെ ഇങ്ങോട്ട് ചാടുക. ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കണ്ടേന്ന്. എന്നാലും എൻ്റെ നല്ല ജീവനങ്ങ് പോയി. ആ എൻഡർമാനിൻ്റെ ഒപ്പം തല്ലൂടാൻ വന്നപ്പോൾ ഒരാളെ തന്നെ അല്ലേ ഞാൻ അടിച്ചിട്ട്, രണ്ടാളും പാടുണ്ട്. ഉമ്മാരി ഒരു ഓട്ടം വരുന്നു. ഉമ്മാരി പേടിച്ചു പോയി. ഞാൻ അബ്ബലെ കൊല്ലാൻ പോവും, അബ്ബലേക്കന്ന് ലീഡ് കിട്ടും. ആട്ടനെ പക്ഷെ ഇവല് തുപ്പിട്ടോ. പിന്നെ ഇബലെ അറിയാം, അതന്നെ പൊട്ടാ ലീഡ്. ഏത് മൊയന്ത് മാക്രി, ഈ മാക്രി പറയുന്നത് കേക്കണ്ട. ഈ മാക്രി ഇപ്പൊ ഫ്രീ ഈ മൈൻക്രാഫ്റ്റ് അപ്പോൾ കുറച്ച് ബി ഉണ്ട്. നമുക്ക് ഹണി കോമ്പ് ആണെന്നുണ്ടെങ്കിൽ ഒപ്പിക്കാം. ഹണീനെ അടിച്ചോക്ക് നല്ല രസമുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ മുണ്ടായിരിക്കുന്ന സീനുവിനോട് എന്താ എക്സ്പ്രഷൻ എന്ന് ചോദിച്ച് നോക്കാം. നമുക്ക് വിളവെടുക്കാം. നിങ്ങൾ ചില അശ്ലീലത ചിരികൾ കേൾക്കാച്ചാൽ മൈൻഡ് ചെയ്യണ്ട. അതിവിടെ ഒരുത്തുണ്ട്, ഒരു വേണം കൂടി അതിൻ്റെ. അപ്പോൾ ഗൈസ് നിങ്ങൾ അതെവിടുന്ന വച്ച പോയി ഉറങ്ങടാ. ഇപ്പം കുറച്ച് ഇത്തിരി സീനാണ്. ഷീൽഡ് ഉണ്ട് വെച്ചാൽ എന്ത്, ഞാൻ എന്തിനാ ഈ പേടിച്ചന്? ഷീൽഡ് ഉണ്ടായിട്ട് ഷീൽഡ് ഇല്ലാത്തവർ ചാവുന്നൊക്കെ പറയുന്നത്. ഇവനെന്താടാ തീയത്തുണ്ട്. വില്ല് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ബോ ഉണ്ടാക്കാം. ഒരു കിലോണ്ട് എന്തിനാ ബോ ഉണ്ടാക്കണേ? ഇവന്
ഈ വില്ലോളൊന്നും നമുക്ക് എടുക്കാൻ വയ്ക്കുന്നില്ല. ആകെ ഓൺ ഡ്രോപ്പ് ചെയ്താച്ചാലോ ഒരു എന്താ കുറച്ച് വില്ല് മാത്രം. ഞാൻ പൊട്ടാറ്റോ മാത്രമല്ല എടുക്കുന്നത്, കാരണം പൊട്ടാറ്റോയെ ആവശ്യം. പൊട്ടാറ്റോ നമുക്ക് വേവിച്ചിട്ട് പൊരിച്ചിട്ട് നല്ല ഫ്രൈ ആക്കി. പൊട്ടൻ്റെ ആട്ട അപ്പോൾ എത്ര 2.5 സ്റ്റാക്ക് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിച്ച് ആയിട്ടുണ്ട് തോന്നുന്നു. പൊട്ടാറ്റോ കുഷ് ഇടും. എൻ്റെ അക്ഷരങ്ങൾ ചിലത് തിരിയുന്നുണ്ടാവില്ല, ഒന്ന് ക്ഷമിക്കണം. എന്താ സ്കൂളിലധികം പഠിച്ചില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ ഒച്ച കണ്ടിട്ട് ഞങ്ങൾ എത്ര ക്ലാസ്സിലാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഗസ് ചെയ്യാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ക്ലാസ്സും ഇവലെ ക്ലാസ്സും ഇതിലധികം എൻ്റെ ഒച്ച ഇതാണ്. ഒരാൾ 7ാം ക്ലാസ്സിലും ഒരാൾ 4ാം ക്ലാസ്സിലും ഒരാൾ 10ലുമാണ്. 1ാം ക്ലാസ്സിലും. അപ്പൊ നമുക്ക് ഇതിന്ന് പ്രോഫിറ്റ് കാര്യങ്ങളും വന്നിക്കണ്. എന്താ ഒരു 1.5 സ്റ്റാക്ക് കാര്യങ്ങളാണ്. നമ്മളെയൊക്കെ ഉള്ള സ്റ്റോറേജ് നിറഞ്ഞ ആട്ട് ഞാൻ അടിയിക്കാണ് വെക്കണത്. ഈ 22 ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. കുറേ സ്പൈഡറിനെ കൊന്നിട്ടുണ്ട്. ആട്ട് നമുക്ക് ലീഡ് അയ്യന് 2 ഈ 3 അയ്യണോട്ട് എന്തുണ്ടാക്കാനാടാ. അപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സാമ്പിൾ ചോദിച്ച് നോക്കാം. ആർക്കൊക്കെ വേണം? സിനുക്ക് വേണോ? കുഞ്ഞോനക്ക് വേണോ? കുഞ്ഞോനല്ല, ഹിതാശാണ്. അപ്പോൾ നമ്മളെ ഈ സിനാനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. സിനാനെ നമ്മൾ ഭ്രാന്താശുപത്രിയിലായിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിട്ട്. ഇവനേതാ അന്നെനിക്കറിയില്ല. 3 HP. അപ്പോൾ ഫസ്റ്റ് ട്രൈ നമുക്ക് ഭ്രാന്താശുപത്രിയിലുള്ള സിനുക്ക് കൊടുക്കാം. ഹലോ സിനു, ഭ്രാന്താശുപത്രി. നല്ലതൊക്കെ എവിടുന്നാണ് ഈ വരുന്ന കെട്ടിയെടുക്കണേ? അപ്പൊ ലൈറ്റ് വെച്ച് ചെയ്തൂടെ എനിക്ക് അവിടെ. അപ്പൊ ഒരു പടക്കം പൊട്ടി വെച്ച് കേൾക്കാം. ഒന്നുമില്ല, ഓൻ്റെ ചപ്പക്കുറ്റിക്ക് പൊളിച്ചതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫ്രൈ പൊട്ടാറ്റോ കൊടുക്കാം. അപ്പൊ ഗൈസ് എടാ എന്ത് വേദന. നിർത്ത്. അപ്പൊ ഗൈസ് എൻ്റെ ചെറിയക്ക് കുണ്ടി തല്ലി. സോറി ട്ടോ, ഓൻ്റെ ഡേറ്റാണത്. എപ്പോഴും അറിയാതെ വന്നതാണ്. അപ്പം പൊട്ടാറ്റോ ഫ്രൈ മൂക്ക് നീണ്ട സിനാൻ പ്രാന്തനിക്ക് കൊടുക്കാം. ഹലോ സിനാൻ പ്രാന്ത, ടേസ്റ്റ് ഒക്കെ വായടാ. ഓൻ തടിക്ക് നോക്കണേ. അതിൽ പൊട്ടാറ്റോ ഫ്രൈ ആയി കിട്ടുകൊടുത്തു ഞാൻ. എന്താണ് ഇന്നൊക്കെ വേണ്ടേ? അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇജ്ജ് തിന്നണ്ട. എനിക്ക് ഞാൻ തിന്നാൻ തരും. അത് ഓൻ തിന്നോട്ടെ, സാരല്ല. പിച്ചപ്പട്ടിയാ ഓൻ, പിച്ചക്കാരനാണ് ഗൈസ്. ആട്ട് നമ്മളവൻ്റെ കൊട്ടയൊക്കെ ഇട്ടുകൊടുത്തേക്കാണ്. കൊട്ടല്ല, ജോലി എടുക്കാനാ. ജോബ് നിങ്ങൾക്കൊക്കെ ജോബില്ലായിട്ട് ഇജ്ജ് ചെറിയ പീട്ട് കുട്ടിയായോട്ടാ. ഞാൻ +1 ഗൈസ്, ഞാൻ കോഴ്സ് കയറിയിട്ടുണ്ട്. +3 എത്തിയിട്ട്. അപ്പോൾ ഞാൻ കോഴ്സിൽ പഠിച്ചാണ്, ജോലിയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. അതൊക്കെ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ കോഴ്സ് എടുത്തു ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഭാവിയിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പീട്ടുകുട്ടിയാണ്.
പീറ്റുകുട്ടിയല്ല, 7ാം ക്ലാസ്സിലാണ്. ഞാൻ 4ലാണ്. അപ്പോൾ ഗായ്സ് ലൈക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ പാർട്ട് 2 ഒരു വട്ടം കമൻറ്റ് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പാർട്ട് 2 ചെയ്യും. അതിൽ ഈ 2 പൊട്ടന്മാരെയും കൂട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചിരിക്കാൻ അവസരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി തരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം, ഇന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എന്താ പൊട്ട സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞാൽ കടയിൽ പോയിക്കില്ല. കടയിൽ പോയിട്ട് സബ്സ്ക്രൈബ് പറഞ്ഞ സാധനം പറഞ്ഞാൽ കിട്ടൂല. അത് ഫോണിലാണ് അടിച്ച് ചെയ്യേണ്ടത്.